കണ്ണപ്പാപ്പ കാണാൻ പോവല്ലേ? എങ്ങടെ ലുട്ട് എങ്ങടെ പോണത്? എങ്ങടെ പോണത്? കണ്ണമാമന്റെ കുട്ടി. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എനർജിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പേരിടലിന് പോവാണ്. ആരുടെ പേരിടലാണെന്ന് വെച്ചാൽ അഗിയുടെ അമ്മയുടെ അനിയൻ്റെ മോൻ, അതാണ് കണ്ണപ്പാപ്പൻ എന്ന് പറയുന്ന കണ്ണൻ. കണ്ണനെ ഞാൻ എൻ്റെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവൻ നമ്മുടെ കൂടെ കണ്ണൂരാണ് ഉള്ളത്. അപ്പോൾ അമ്പാടിയൊക്കെ ഭയങ്കര എനർജിയിലാണുള്ളത്. അപ്പോൾ അവന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വർത്തമാനം പറയാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ നടന്ന് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ല, അപ്പോൾ എല്ലാവരെയും കൊണ്ടും ഹായ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. വെറുതെ ഇങ്ങനെ ഈ താല്പര്യമില്ലാത്തവരെന്നെ പിടിച്ച് വലിച്ച ഒരു ഹായ് പറഞ്ഞേ, അത് എൻ്റെ ഒരു ശീലമാണ്. എപ്പോഴാണാവോ എനിക്ക് അടിയിട്ട്, എന്നാലും ഞാൻ എല്ലാവരെ കൊണ്ടും നടന്ന് ഹായ് പറയിപ്പിക്കും. പിന്നെ ഞങ്ങളൊക്കെ സാരിയായിരുന്നു. ഈ സാരി ഞാൻ ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയൂ കേട്ടോ. ഞാൻ അങ്ങനെ സാരി ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങാറില്ല. ബാക്കി എല്ലാ ഡ്രസ്സും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് തന്നെ വാങ്ങും. പക്ഷെ സാരി അമ്മേനെ കൂട്ടിയിട്ടാണ് വാങ്ങാറ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. പോർക്കുളത്താണ് കണ്ണൻ്റെ വീട്. നമുക്ക് ഇത്തിരി നേരത്തെ എത്തണമല്ലോ. അപ്പം നമ്മൾ വേഗം പോയി. കാറിൽ കയറി കഴിഞ്ഞാൽ അമ്പാടി ഫുൾ ഓണാണ്. പിന്നെ അഗി എപ്പോൾ കാറി കയറിയാലും കൂളിംഗ് ഗ്ലാസ് വെക്കും. അതൊരു നിർബന്ധമാണ് അഗിക്ക്. പിന്നെ അതൊരിട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ മാറ്റി ഈ ഒരു ഗ്ലാസ് വെച്ചതാണ്. ഇപ്പം സുന്ദരനായി. അങ്ങനെ ഞങ്ങൾ പോയി. കുറച്ചൊരു 10-15 മിനിറ്റ് അതിനുള്ളിൽ എത്തി. അപ്പോൾ ചെന്നപ്പോൾ ഇതാ നമ്മുടെ പേരിടൽ കുട്ടി ചുന്തിരിക്കുട്ടിക്ക് ഇങ്ങനെ അവളുടെ അമ്മ ഇങ്ങനെ കണ്ണും മൂക്കൊക്കെ കണ്ണും പിരികൊക്കെ എഴുതിക്കായിരുന്നു. കണ്ണൻ ഭയങ്കര പണിയിലാണ്. ചന്ദനമൊക്കെ അരയ്ക്കുക. അപ്പോൾ ഇന്ന് കുറേ പരിപാടികളുണ്ടല്ലോ. ചന്ദനം തൊടിപ്പിക്കും, വയമ്പടിപ്പിക്കും, പേരിടും. അപ്പോൾ പേരൊന്നും ഞങ്ങളതിന് ഇതുവരെ ആർക്കും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. സർപ്രൈസാ. അങ്ങനെ അഗി ചെന്നതും ഫുൾ ഓൺ. അവനാണ് ഞാൻ ചെയ്യാം പണികൾ. അവനെക്കുറിച്ച് മൊത്തത്തിൽ ഞാൻ പണിയെടുക്കാത്തവൻ എന്നൊരു പേരുണ്ട്. അത് മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ അഗി നടക്കുന്നത്. അപ്പോൾ എല്ലാ പണികളും അവനിപ്പോൾ ചെയ്യും. അങ്ങനെ അതാ നമ്മുടെ ചുന്തിരിക്കുട്ടി റെഡിയായിട്ടില്ല. അവൾ അങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് അമ്മ, അതായത് നമ്മുടെ പേരിടുന്ന ആളുടെ അമ്മ സ്നേഹ സെറ്റാവുകയാണ്. അപ്പോൾ താഴെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരുക്കങ്ങൾ. ആക്ച്വലി ഇവിടെ ഫുള്ള് പരിപാടിയല്ല, ഇവിടെ കുറച്ച് പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഡിറ്റോറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാ പിള്ളേരും അവിടെ ചെന്നപ്പോൾ പിന്നെ ലുട്ടുവിന് ഫുൾ സെറ്റാണ്. ലുട്ടുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കണ്ണപ്പൻ. അവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഞങ്ങൾ വട്ടം വളഞ്ഞിരുന്ന ചെറിയ നൂനി പരിപാടികൾ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്നെ സുന്ദരിയായിട്ട് എടുക്കണം എന്നാണ് പാറു എപ്പോഴും പറയാറ്. പാറു എൻ്റെ നാത്തൂനാണ്. പിന്നെ ഇതാണ് കണ്ണൻ്റെ അനിയൻ മണി. അപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ 90-നുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ നിന്ന് പേരിടില്ല. അപ്പം പേരിടും, പിന്നെ റിവീൽ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ പിന്നെ കുട്ടീനെ നമ്മളിന്ന് രംഗണ്ണനാക്കും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇന്നുണ്ടാവുക. അങ്ങനെ നമ്മുടെ ബേബിയും അമ്മയും അച്ഛനും എല്ലാവരും വന്നു. ഇനിയാണ് ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് കുട്ടികൾക്ക് വളയൊക്കെ ഇടിപ്പിക്കുന്ന പരിപാടി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ സുന്ദരിപ്പെണ്ണ് നല്ല സുന്ദരിയായിട്ട് തീരെ കരച്ചിലോ അങ്ങനെയൊന്നുമില്ല. സാധാരണ പിള്ളേർ ഇത്രയധികം ആൾക്കാരെ കാണുമ്പോൾ കരയാറൊക്കെ അല്ലേ പതിവ്. അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഫുൾ ഓണായിരുന്നു. എല്ലാവരും വരൂ, ഓരോരുത്തരായിട്ട് വരൂ എന്നുള്ള രീതിയിലായിരുന്നു അവൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാ പേരെ വിളിക്കും. ആദ്യം ചെവിയിൽ പേര് വിളിക്കും. ആക്ച്വലി ഈ സമയത്ത് എല്ലാവരോടും പേര് പറയും. പക്ഷെ സർപ്രൈസ് ആണല്ലോ പേര് വേറൊരു ഇതിലാണ് എല്ലാവരും അറിയിക്കണമെന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ. അപ്പം നമ്മളതിന് ആരും ആ സമയത്ത് വിളിച്ചില്ല. പിന്നെ മോൾക്ക് ചരടൊക്കെ കെട്ടിക്കൊടുക്കും. അങ്ങനെ കണ്ടില്ല, അവള് ഭയങ്കര ഓണായിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവൾ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ
വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ നെയിമിങ് സെറമണി. അപ്പോൾ അതിൻ്റെ ഈ നെയിമിങ് സെറമണിയുടെ ഒരു സെറ്റപ്പാണിത് കേട്ടോ. അത് ഇപ്പം നമുക്ക് പേരിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ കുട്ടിയുടെ പേര് അങ്ങനെ ഫൈനലി റിവീൽ ചെയ്തിരിക്കുകയാണ്. വിഹ എന്നാണ് മോളുടെ പേര് കേട്ടോ. വിഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൻ്റെ ശരിക്കുള്ള പേര് വിജീഷ് എന്നാണ്. വിജീഷ്, സ്നേഹ. അപ്പോൾ വിഹ, വിജീഷിൻ്റെ വിയും സ്നേഹയുടെ ഹായും അങ്ങനെ. അപ്പോൾ വിഹ കുട്ടി നമ്മളുടെ ചുന്ദരിമണിക്ക് നമ്മൾ പേര് കൊടുത്തു. പിന്നെ നേരെ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ഇടം വല്ലതും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യയായിരുന്നു. എല്ലാ എത്ര കിട്ടിയാൽ 4 കൂട്ടം 5 കൂട്ടം കറികളൊക്കെ ആയിട്ട് സദ്യയൊക്കെ ആയിരുന്നു. പിന്നെ ഓരോ ഫാമിലീസായിട്ട് ഫോട്ടോ എടുക്കൽ. ഇതൊരു ചടങ്ങാണല്ലേ, എല്ലാവരും കൂടി ഫോട്ടോ എടുക്കൽ. എന്നാലും എടുക്കും, അതെല്ലാം ഒരു മെമ്മറീസ്. അങ്ങനെ എല്ലാവരും കയറി ഫോട്ടോ എടുത്തു. കുറേ ഇതുണ്ടായിരുന്നു, ഫാമിലീസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. അത് നമ്മുടെ ലുട്ടു എല്ലാ ഫോട്ടോയിലും കയറി നിൽക്കും. ഇതാണ് ലുട്ടുവിൻ്റെ ഫേവറേറ്റ് കണ്ണപ്പൻ. അപ്പോൾ ഫോട്ടോ സെഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങിച്ചു തന്നിട്ട് ഇവള് കൊണ്ടുപോയി. പാറു വന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു തന്നിട്ടോ. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ആ നട്ടപ്പുറ വെയിലത്ത് തിരിച്ചു വന്നു. ഈ സാരിയൊക്കെ ഇടിച്ചിട്ട് വരാൻ നല്ല രസം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.